സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടുന്നവരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഡേ ബൈ ഡേ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ട്രാൻസ് ആയാലും ഒക്കെ അങ്ങനെ അബ്യൂസ് ചെയ്യപ്പെടുന്നവരുണ്ട്. അങ്ങനെ സെക്ഷലി അസാൾട്ട് ആയവരുടെ എണ്ണം ഇങ്ങനെ ആ ഒരു വിക്ടിംസിന്റെ എണ്ണം കൂടി വരുന്ന ഈ ഒരു സമയത്ത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരെ എങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം, ആ ഒരു ട്രോമയിൽ നിന്ന് അവരെ നമുക്ക് എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ അവരെ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അത്തരത്തിലുള്ള വിക്ടിംസ് പലരും പറയുന്നവരാണ്, പലരും പറയാണ്ട് ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരുണ്ട്. അപ്പം നിങ്ങൾ അറിയുന്ന ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു വീഡിയോ കണ്ടിരിക്കുക. വെൽക്കം ടു ജസ്റ്റ് നൗ. സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടവരുടെ ഒക്കെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊന്നും ആരോടും പറയില്ല അല്ലെ. എല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് സ്വയം ഇങ്ങനെ ഒരു പ്രഷർ കുക്കർ പോലെ ആയിട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ആരോടും ഒന്നും പറയില്ല, ഉള്ളിൽ ഒതുക്കി നടക്കും എന്നുള്ളതാണ്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ട്രാൻസ് ആയാലും ഏത് പ്രായത്തിലുള്ളവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണിത് അല്ലേ. ഇപ്പോഴത്തെ കാലത്ത് ഇത് നമ്മുടെ ഒക്കെ മക്കളായാലും നമ്മുടെ സിസ്റ്റേഴ്സ് ആയാലും നമ്മുടെ ബ്രദേഴ്സ് ആയാലും നമ്മുടെ കൂടെയുള്ള എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം, ആര് വേണമെങ്കിലും അബ്യൂസ് ചെയ്യപ്പെടാം, ആര് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാനും നിൽക്കാം. ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണിത്. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊന്നും ആരോടും പറയില്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മളത് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മളത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ട്രോമയിൽ നിന്ന് പുറത്തു വരാനും എല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു അനുഭവത്തെ ഒന്ന് ഹീൽ ചെയ്യാനും അത് മറക്കാനും ഒക്കെ, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ടെൻഷനിൽ നിന്ന് കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യം ഓപ്പണായിട്ട് ഈ കാര്യം തുറന്ന് പറയാന്നുള്ളതാണ്. പക്ഷെ ആരും പറയില്ല അത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് ടെൻഷനാണ് അല്ലേ. എങ്ങനെയാണെന്ന് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുക, എങ്ങനെയാണെന്ന് എടുക്കുക, അവർ പറഞ്ഞാൽ വിശ്വസിക്കുകയോ, ഇനി എൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒരു ഓവർ തിങ്കിങ്ങിലേക്ക് ഇത് എത്തിക്കുന്ന ഒരു കാര്യമാണ്. ആരും പറയില്ല അത്. പിന്നെ അവർക്ക് ഈ ഒരു ചിന്ത എന്ന് പറയുന്ന ഈ ഒരു കാര്യം, അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ള ഒരു കാര്യം അവർ അലട്ടിക്കൊണ്ടേയിരിക്കും അല്ലേ. അവർ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അവരുടെ മനസ്സിൽ എപ്പോഴും ഇതായിരിക്കും. അവർക്ക് സ്വയം ഒരു കുറ്റപ്പെടുത്തലും അല്ലാന്നുണ്ടെങ്കിൽ സ്വയം ഒരു വെറുപ്പും, ഞാൻ ശരിയല്ല, ഞാനെന്തോ മോശമായിട്ടുള്ള എന്തോ കാര്യത്തിൽ ചെന്ന് പെട്ടു, സ്വയം ഒരു വെറുപ്പ് അവർക്ക് ഓട്ടോമാറ്റിക്കലി വന്നു തുടങ്ങുന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കുക ഇതിൽ നിന്ന് പുറത്തു വരേണ്ടത് നമുക്ക് അത്യാവശ്യമാണെന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കേണ്ടത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അല്ലാത്ത പക്ഷം നമുക്ക് ഇതിൽ നിന്ന് പുറത്ത് വരാനേ പറ്റില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മിണ്ടാണ്ടിരിക്കുക, ഒറ്റപ്പെട്ടിരിക്കുക, ഇങ്ങനെ ഒരു ഗ്ലൂമി ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. ഇപ്പോൾ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയുണ്ട്. അത് മെന്റലി അൺഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ ലൈഫ് ഇനി ഇല്ല, എല്ലാം കഴിഞ്ഞു, സ്വയം ഒരു കുറ്റപ്പെടുത്തുക, പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുക, ഇതോടുകൂടി ഞാൻ തീർന്നു, ഇനി എനിക്ക് നല്ലൊരു ജീവിതം കിട്ടാനില്ല, ഞാനെന്തോ അറപ്പ് തോന്നിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് സ്വയം നമ്മളോട് തന്നെ ഒരു അറപ്പ് തോന്നുക. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അങ്ങനെയൊക്കെ എത്തും മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇതിൽ നിന്ന് ഈ ഒരു ട്രോമയിൽ നിന്ന് പുറത്തു വരണം. ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ ട്രോമയിൽ നിന്ന് പുറത്തു വരാൻ നമ്മൾ മാക്സിമം ശ്രമിക്കണം. ഇപ്പോൾ നോർമൽ ട്രോമയിലാണ് നമ്മളെങ്കിൽ അതിൽ നിന്നൊക്കെ പുറത്തു വരാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. യോഗ, മെഡിറ്റേഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇതൊക്കെ ഒരു പരിധി വരെ നമ്മൾ ഇതിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്ന, പുറത്തു വരാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരു പരിധി വരെ എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ എല്ലാവർക്കും ഈ ഒരു സാധനം ഒരുപോലെ ആയിരിക്കില്ല ഏൽക്കുന്നുണ്ടായിരിക്കുക. ചിലർ പെട്ടെന്ന് ഹീൽ ചെയ്യും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന്. പക്ഷെ ചിലർക്ക് മാസങ്ങളെടുക്കും, ചിലർക്ക് വർഷങ്ങളെടുക്കും ഇതിൽ നിന്നൊന്ന് പുറത്തു വരാനായിട്ട്. അപ്പോൾ എങ്ങനെ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടാലും എല്ലാവർക്കും ഇത് ഒരുപോലെ ബാധിക്കണം എന്നൊന്നുമില്ല. ഓക്കെ. പിന്നെ പറയാനുള്ളത്, എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടുന്നത് ഗേൾസ് മാത്രമാണെന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, ബോയ്സും അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു അതിക്രമം എന്ന് പറയുന്നത്, സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്ന ഈ ഒരു അതിക്രമം എല്ലാവർക്കും ഒരുപോലെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ട്രാൻസ്ജെൻഡേഴ്സിനായാലും ബോയ്സിനായാലും ഗേൾസിനായാലും ഒരുപോലെ അനുഭവിക്കുന്ന കാര്യങ്ങളാണിത്. ഇപ്പോൾ സ്റ്റഡീസൊക്കെ പറയുന്നത് 3-ൽ 1 സ്ത്രീക്കും 6-ൽ 1 പുരുഷനും നമ്മുടെ ലോകത്ത് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പലരും പറയാത്തതാണ്, പലരും പുറത്ത് പറയുന്നവരുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ പലരും പറയാൻ മടിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ്? നമ്മൾ അവരെ ജഡ്ജ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ നമ്മൾ അവരെ വേറെന്തോ വലിയൊരു സംഭവം പോലെ നോക്കി കാണും, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് നമ്മളടുത്തൊരു അറപ്പ് തോന്നും, നമ്മൾ അവരെ മാറ്റി നിർത്തും എന്നുള്ളതൊക്കെ ഒരു ഭയം അവരിൽ
വീട്ടിനുള്ളിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആരെടുത്തും പാരൻസിൻ്റെ അടുത്തായാലും ഫ്രണ്ട്സിൻ്റെ അടുത്തായാലും ഒന്നും ഇത് ഷെയർ ചെയ്യാതെ പോകുന്നത് അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അവർ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഇതിലൂടെയൊക്കെ ആയിരിക്കും നമ്മളത് ഒരു പരിധി വരെ എന്തോ കുട്ടിക്ക് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ആ ഒരു കാര്യം എത്തുന്നു. പിന്നീടായിരിക്കും നമ്മളിത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, എൻ്റെ കുട്ടിക്ക് എന്തോ സംഭവിച്ചു, അല്ലെങ്കിൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അല്ലേ. അപ്പോൾ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാവരുടെ അടുത്തും ഒരുപോലെ നിൽക്കാൻ നോക്കരുത്. ഗ്യാപ്പ് ഇടേണ്ട സ്ഥലത്ത് നമ്മൾ ഗ്യാപ്പ് ഇടണം, നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ നോ പറയണം. ഏത് റിലേഷൻഷിപ്പിലായാലും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മൾ ഫിസിക്കലി അറ്റാച്ച്ഡ് ആവരുത് ഒരാളുമായിട്ടും. അപ്പോൾ നമുക്ക് ആരെടുത്ത് എപ്പോഴാണ് ഇത് വരാന്നുള്ളത് നമുക്ക് ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്, ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത്, അവരെ വേറൊരു ടൈപ്പിൽ നോക്കി കാണാൻ നിൽക്കരുത്. നമ്മളെപ്പോലെ ഒരാൾ തന്നെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയും. അവരെ നമ്മളോട് കൂടി ചേർത്ത് നിർത്തിയിട്ട് നമ്മൾക്ക് അവരൊരു ഒരു ഹെൽപ്പ് നമ്മളെടുത്ത് അത്രയും കംഫർട്ടബിൾ ആക്കി നിർത്തുക, ഒരു സുരക്ഷ നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കുക, നമുക്ക് കഴിയാവുന്നത്ര സ്നേഹം അവർക്ക് വേണ്ടി കൊടുക്കുക. അപ്പോഴാണ് അവർ കുറച്ചും കൂടെ ഹീൽ ചെയ്യുള്ളൂ, അവർ കുറച്ചും കൂടെ സമാധാനപ്പെടുകയുള്ളൂ. നമുക്കൊന്നും ആയിട്ടില്ല എന്നുള്ളൊരു ഫീൽ അവർക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ വേണം അവരുടെ അടുത്ത് പെരുമാറാനായിട്ട്. അത്രത്തോളം നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം. അപ്പോഴാണ് ആ ഒരു ട്രോമയിൽ നിന്ന് അവർക്ക് പുറത്തു വരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഓഫ് കോഴ്സ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല. നമുക്കറിയാം ഈ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടുന്നവരുടെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത്രത്തോളം സങ്കടകരമായിട്ടുള്ള ഒരു വിഷയമാണ്. നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ വളരെ ബുദ്ധിമുട്ടാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മുടെ ലൈഫ് മൂവ് ഓൺ ചെയ്യേണ്ടത് അതൊക്കെ താണ്ടി അതൊക്കെ മറികടക്കണം. നമ്മളത് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് നമ്മുടെ കടമയാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ് അല്ലേ. അത് മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ പെരുമാറുക. ആരും ആയിക്കോട്ടെ, ഒരു ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ട വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ അബ്യൂസ് ചെയ്തവർ വളരെ ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവും. നമ്മളാണ് ഇങ്ങനെ പെട്ടുപോയി എന്നുള്ളൊരു അവസ്ഥയിൽ ഇരിക്കുന്നുണ്ടായിരിക്കുക. അതൊക്കെ നിങ്ങൾ മറികടക്കണം, തരണം ചെയ്യണം. നമ്മുടെ ലൈഫ് അവരുടെ മുന്നിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കണം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നമുക്കൊരു വാശി വേണം. അല്ലാത്ത പക്ഷെ നമ്മൾ ഡള്ളായിട്ടിരുന്നാൽ നമ്മുടെ ലൈഫ് ലോങ് അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. നമുക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഡ്രീംസ് എല്ലാം അവിടെ തകർന്നു പോവാണ്. നമ്മൾ സ്വയം നമ്മുടെ സെൽഫിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെയൊന്നും ചെയ്യരുത്. ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരെ മാക്സിമം ഹെൽപ്പ് ചെയ്യുക, ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്, കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. അവരെ നമ്മളോട് കൂടി നമ്മളെ പോലെ തന്നെ നമ്മൾ അവരെ പരിഗണിക്കാൻ നോക്കണം. ഓക്കെ, അപ്പോൾ മൂവ് ഓൺ. ഇതൊക്കെ സംഭവിക്കും, സഹജമാണ്, എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കും. പലരും നിങ്ങളെപ്പോലെ തുറന്ന് പറയുന്നുണ്ടാവില്ല, പലരും തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടൊരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ സഹായം ചോദിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കൗൺസിലേഴ്സ് ആണോ നിങ്ങൾക്ക് ആവശ്യം, ഒരു പ്രൊഫഷണൽ ഹെൽപ്പാണോ നിങ്ങൾക്ക് ആവശ്യം, അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെയെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്തായാലും നിങ്ങൾ ആ ട്രോമയിൽ നിന്ന് പുറത്തു വരിക, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞതൊക്കെ ചെറിയൊരു കാര്യമൊന്നും അല്ല. നമ്മുടെ ഇത്ര മിനിറ്റിനുള്ളിൽ നമ്മൾ ഈ ഒരു വിഷയം പറഞ്ഞു തീർക്കാനൊന്നും നമുക്ക് പറ്റിയ വലിയൊരു കാര്യമാണിത്. അത് അനുഭവിച്ചവർക്ക് അറിയാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ ഈ വിഷയം നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. വലിയൊരു ടോപ്പിക്കാണ്, വലിയൊരു കാര്യമാണ്. പക്ഷെ വളരെ ജനറൽ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ.